പുതിയ സംരംഭവുമായി കേരളത്തിലേക്ക് വരുന്ന ആരും തിരിച്ചു പോകരുതെന്നാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി പി രാജീവ്. സർക്കാരിനെ സമീപിക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്മാർട്ട് സിറ്റിയുടെ സ്ഥലം കൂടി പൂർണ്ണമായും ഉപയോഗിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും പി രാജീവ് പറഞ്ഞു. നമ്മളിപ്പോൾ സ്മാർട്ട് സിറ്റി ഉണ്ടെങ്കിലും ഇപ്പോൾ വരുന്നവരെല്ലാം നമ്മൾ ഏത് സ്ഥലത്താണോ സാധ്യമാകുന്നത് അങ്ങോട്ടേക്ക് ഒരാളും തിരിച്ചു പോകരുത്. ഇൻഫോ പാർക്ക് ഓൾമോസ്റ്റ് ഫുള്ളാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള സ്ഥലവും ലുലു ടവർ ആയാലും മറ്റു സ്ഥലങ്ങളിലേക്കും ഗവൺമെൻറ്റിന് അപ്രോച്ച് ചെയ്യുന്നവരെ നമ്മൾ എവിടെയാണോ ഒരു സ്പേസ് കൊടുക്കാൻ പറ്റുന്നത് അതിലേക്ക് ഉള്ള ഫെസിലിറ്റേഷൻ മുഴുവൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇനി നമുക്ക് അതുകൊണ്ടാണ് ഈ സ്ഥലം കൂടി ബാക്കി പൂർണ്ണമായിട്ടും ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ IBMൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്ത് അവർ ആദ്യമായിട്ടാണ് 2 വർഷത്തിനുള്ളിൽ 2 സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ കേരളത്തിലെ ചിത്രം നമ്മളെല്ലാവരും കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ തുടങ്ങിയാൽ മിക്കവാറും പ്രശ്നമായിരിക്കുന്നതാണല്ലോ. ഇപ്പോൾ വിത്തിൻ എ മന്ത്, ടുഡേ യു ആർ കംപ്ലീറ്റിംഗ് 1 month ആഫ്റ്റർ ദി ഇനാഗുറേഷൻ ഉള്ളത്. ഒരു മാസമായിട്ടുള്ളൂ രണ്ടാമത്തെ ഓഫീസിലേക്ക് എത്തി. IBM 2 വർഷത്തിനുള്ളിൽ ലോകത്താദ്യമായി 2 വലിയ ക്യാമ്പസിലേക്ക് എത്തി. HCL ഇവിടെ ഉദ്ഘാടനം ചെയ്തു. ഇനി അടുത്ത അവർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നല്ല രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ട്. നമുക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വേൾഡ് ക്ലാസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം.